ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ഏപ്രിൽ 11 തിയേറ്ററുകളിലേക്ക് എത്തി കൃത്യം ഒരു മാസത്തിനുള്ളിൽ OTT റിലീസ് ചെയ്തിരിക്കുകയാണല്ലോ ഫഹദ് ഫാസിൽ നായകനെത്തിയ ആവേശം. മലയാളത്തിലെ വൻ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത 150 കോടിയിലേറെ കളക്ഷൻ നേടിയെടുത്ത സിനിമ നേരത്തെ പ്രേക്ഷകർ അറിയിച്ചതുപോലെ ഇന്ന് മെയ് 9 ആമസോൺ പ്രൈമിലൂടെയാണ് സിനിമ OTT റിലീസ് ചെയ്തിരിക്കുന്നത്. മലയാളത്തിൽ മാത്രമാണ് സിനിമ OTT റിലീസ് ചെയ്തിരിക്കുന്നത്. ഒരു ആക്ഷൻ കോമഡി എന്റർടൈനർ സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ ആവേശം അങ്ങനെ തിയേറ്ററുകളിൽ നിന്ന് കൂടുതൽ പ്രേക്ഷകരിലേക്ക് OTT-യിലൂടെ എത്തപ്പെടുകയാണ്. തിയേറ്ററുകളിലെ പ്രതിദിനം ഇപ്പോഴും നല്ല കളക്ഷൻ നേടിയെടുത്ത് ഓടിക്കൊണ്ടിരിക്കവേ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തി. ഒരു മാസം മുന്നേ സിനിമ OTT റിലീസ് ചെയ്യുന്നു. ഇന്ന് മെയ് 9 OTT റിലീസ് ചെയ്യുന്നു എന്നൊരു വാർത്ത 1-2 ദിവസങ്ങൾക്ക് മുന്നേ വന്നതോടെ ആദ്യം പലരും ഫേക്ക് ന്യൂസ് ആയിട്ടാണ് ആ വാർത്തയെ തള്ളിക്കളഞ്ഞതെങ്കിൽ ഇപ്പോഴത്തെ സിനിമ അങ്ങനെ യാഥാർത്ഥ്യത്തിൽ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. സിനിമ OTT-യിലൂടെ കൂടുതൽ അന്യസംസ്ഥാന സിനിമാ പ്രേമികളിലേക്ക് എത്തുന്നു എന്നാണ് എക്സിലെ സിനിമയുടെ OTT റിലീസിന് ശേഷമുള്ള കൂടുതൽ റെസ്പോൺസിൽ നിന്ന് വ്യക്തമാകുന്നത്. റീൽസ് പോലെ തന്നെ നോർത്ത് ഇന്ത്യയിൽ അടക്കം സിനിമ OTT-യിൽ തരംഗമാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. സിനിമയുടെ ഡബിംഗ് പതിപ്പുകൾ ഉടനെ ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കാം. ഇതിനിടയിൽ സിനിമ OTT-യിലേക്ക് എത്തപ്പെട്ടതോടെ ഇന്നലെ വരെ 100-ലധികം സ്ക്രീനുകളിൽ ഉണ്ടായിരുന്ന ആവേശം ഇപ്പോഴത്തെ 50-ൽ താഴെ സ്ക്രീനുകളിലായി ചുരുങ്ങിയിരിക്കുകയാണ്. PVR-ന്റെ ഉൾപ്പെടെയുള്ള തിയേറ്ററുകളിലാണ് നിലവിൽ കേരളത്തിൽ സിനിമ ഓടുന്നത്. ഇന്നലെ 28-ാം ദിവസമായിരുന്നു തുടർച്ചയായി 1 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത ആവേശത്തിന് 1 കോടിയിൽ താഴെ കേരള കളക്ഷൻ വന്നത്. ഇനിയും നല്ലൊരു കളക്ഷൻ നേടിയെടുക്കാൻ കെൽപ്പുണ്ടായിരുന്ന സിനിമയായിരുന്നു ആവേശമെങ്കിൽ പോലും മാസങ്ങൾക്ക് മുന്നേയുള്ള ആമസോൺ പ്രൈമുമായുള്ള സിനിമയുടെ നിർമ്മാതാക്കളുടെ OTT കരാറാണ് ആവേശം എന്ന സിനിമ 30 ദിവസങ്ങൾക്ക് മുന്നേ OTT റിലീസ് ചെയ്യാൻ കാരണം. പാച്ചുവും അത്ഭുത വിളക്കും എന്ന സിനിമയോടൊപ്പം ആവേശം എന്ന സിനിമ കോംബോ ഡീലിനാണ് ആമസോൺ പ്രൈമിന് വിറ്റഴിക്കപ്പെട്ടത്. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം പാച്ചു ഒപ്പം തന്നെ ആവേശം എന്നീ സിനിമകൾ 35 കോടി രൂപയ്ക്കാണ് ആമസോൺ പ്രൈം സ്വന്തമാക്കിയത് എന്നാണ് റിപ്പോർട്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം ചില മാധ്യമങ്ങളെല്ലാം തന്നെ ആവേശം എന്ന സിനിമയ്ക്ക് മാത്രം 35 കോടി കിട്ടിയതായിട്ട് ഇതിനോടകം തന്നെ റിപ്പോർട്ടുകളിൽ പറയുന്നു. എന്തായാലും എങ്ങനെ നോക്കിയാലും ഫഹദിന്റെ കരിയറിലെ ഏറ്റവും ഉയർന്ന OTT തുക ലഭ്യമാകുന്ന സിനിമ കൂടിയായിട്ട് ആവേശം എന്ന ഫഹദിന്റെ റെക്കോർഡ് വിജയം നേടിയെടുത്ത സിനിമ മാറിയിരിക്കുകയാണ്. 30-35 കോടി ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ ബിസിനസ്സിലൂടെ തന്നെ ലാഭം കണ്ടെത്തിയ മലയാളം സിനിമകളിൽ ഒന്നായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കാത്തിരിക്കുക ആവേശത്തിന്റെ ഫൈനൽ വരെയുള്ള ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട്.